നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യയുടെ പ്രസംഗത്തിൽ അവസാനത്തെ പരാമർശമെന്ന സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജന്റെ വെളിപ്പെടുത്തൽ കേരള ഹൈക്കോടതി ഗൌരവമായി എടുത്ത സാഹചര്യത്തിൽ നവീൻ ബാബുവിന്റെ മരണം സിബിഐക്ക് വിടാൻ സാധ്യതയേറി. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ സിബിഐ ആവേശപൂർവ്വം തയ്യാറെടുക്കുകയാണ്. എം.വി. ജയരാജന്റെ പ്രസ്താവന ദിവ്യയ്ക്ക് കുരുക്കാവുമെന്ന് മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി ദിവ്യ തള്ളി പറഞ്ഞത്. ജയരാജന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രസ്താവനയിൽ ദിവ്യയ്ക്ക് അമർഷമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ ദിവ്യയെ നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്ന് ഉറപ്പായി. ജയരാജന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യയുടെ പ്രസംഗത്തിൽ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ്. അതിനാലാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണെന്ന്. ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത്. ദിവ്യയുടെ പേരിൽ എപ്പോഴാണോ ആക്ഷേപം ഉയർന്നു വന്നത് അന്ന് തന്നെയാണല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത്. ഇതായിരുന്നു ജയരാജന്റെ പരാമർശം. ഇത് സത്യത്തിൽ ജയരാജൻ നടത്തിയ വെളിപ്പെടുത്തലാണ്. ഇതിന്റെ ഓഡിയോ വീഡിയോ തെളിവുകൾ ഹൈക്കോടതി മുമ്പാകെ കുടുംബം സമർപ്പിച്ചു കഴിഞ്ഞു. കണ്ണൂർ സിപിഎം ജില്ലാ സമ്മേളനത്തിൽ പി ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതിനിധികൾ അഭിപ്രായം പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു ജയരാജന്റെ മറുപടി. ഇക്കാര്യം നവീന്റെ ഭാര്യ കോടതിയെ അറിയിച്ചിരുന്നു. എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നാണ് നവീന്റെ ഭാര്യ ഹൈക്കോടതിയിൽ പറഞ്ഞത്. സിബിഐ ഇല്ലെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചെങ്കിലും കേസ് അന്വേഷിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിൽ ഭാര്യ മഞ്ജുഷ ചൂണ്ടിക്കാട്ടി. മികച്ച സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നതെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. അപ്പീൽ വിധി പറയാൻ മാറ്റി. കോടതിയുടെ മനസ്സിലും സിബിഐ അന്വേഷണമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ ഒരു തരി പോലും വിശ്വാസമില്ലെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ പറഞ്ഞു. മരണത്തിൽ പോസ്റ്റ്മോർട്ടം മുതൽ സംശയമുണ്ട്. നവീന്റെ അടിവസ്ത്രത്തിൽ രക്തം കണ്ടപ്പോൾ അത് മൂത്രത്തിലെ കല്ലാകുമെന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു ഡോക്ടർ. നവീന്റെ മരണത്തിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള അന്വേഷണമാണ്. ദിവ്യയുടെ കണ്ണൂർ കളക്ടറുടെയും പ്രശാന്തിന്റെയും ഫോൺ കോൾ രേഖകൾ പോലും ശേഖരിച്ചിട്ടില്ലെന്നും നവീന്റെ ഭാര്യ ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സിബിഐ അന്വേഷണം നിരസിച്ചിരുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിൽ മേൽനോട്ടം വഹിക്കണം. സത്യം പുറത്തു കൊണ്ടുവരിക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും ഭാര്യ പറഞ്ഞു. കേസ് ദയർ ഉൾപ്പെടെ കോടതി പരിശോധിക്കണമെന്നും ഹർജിക്കാരി ആവശ്യപ്പെട്ടു. എന്നാൽ നവീന്റെ ഭാര്യ പറഞ്ഞ എല്ലാ രേഖകളും കോടതി പരിശോധിച്ചിട്ടുണ്ടെന്നും നിലവിൽ മികച്ച അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് പി.ബി. സുരേഷ് കുമാറും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കേസ് വിധി പറയാൻ മാറ്റി. കെ നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഭാര്യയുടെ ഹർജി ഹൈക്കോടതി തള്ളിയത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. എസ്ഐടിയുടെ അന്വേഷണം കണ്ണൂർ റേഞ്ച് ഡിഐജിയുടെ മേൽനോട്ടത്തിലാകണം. റേഞ്ച് ഡിഐജിയുടെ അനുമതിയോടെ മാത്രമേ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ പാടുള്ളൂ എന്നീ നിർദ്ദേശങ്ങളോടെയാണ് സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യം കോടതി തള്ളിയത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ ജസ്റ്റിസ് കൌസർ എടപ്പങ്കത്താണ് വിധി പറഞ്ഞത്. പി ദിവ്യയാണ് ആത്മഹത്യ പ്രേരണ കേസിലെ പ്രതി. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിൽ അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് ദിവ്യ പ്രസംഗിച്ചിരുന്നു. പിറ്റേന്ന് ഒക്ടോബർ 15 പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത ആരോപിച്ചിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം മരണം കൊലപാതകമാണെന്ന സംശയമാണ് ഹർജിയിൽ ഉന്നയിച്ചത്.